കേരള സർവകലാശാല കലോത്സവത്തിനിടെ SFI KSU കയ്യാങ്കളി വേദി 1 കലാപരിപാടികൾ മുടങ്ങി. കലാപരിപാടികൾക്ക് എത്തിയ വിദ്യാർത്ഥികളും പ്രവർത്തകരും തമ്മിൽ തർക്കം. KSU യൂണിയൻ ഭരണം പിടിച്ച കോളേജുകളിലെ വിദ്യാർത്ഥികളെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നു എന്നാണ് പരാതി. ഇന്ന് രാവിലെ ലോ കോളേജിലെ വിദ്യാർത്ഥികളെ മർദ്ദിച്ചു. വ്യാപകാക്രമണത്തിൽ പ്രതിഷേധിച്ച് കലോത്സവത്തിന്റെ പ്രധാന വേദിയായ യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിലേക്ക് KSU പ്രതിഷേധ മാർച്ച് നടത്തി. KSU SFI പ്രവർത്തകരാണ് കയ്യാങ്കളിയിലെത്തിയത്. SFI പ്രവർത്തകർ KSU പ്രവർത്തകരെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയായിരുന്നു. ടിൻഡു ദാസ് ചേരുകയാണ്. ടിൻഡു, ഇപ്പോൾ മത്സരങ്ങളെല്ലാം നിർത്തിവെച്ചിരിക്കുകയാണ്. ഇപ്പോഴും ഒരു സംഘർഷാവസ്ഥ തന്നെയാണോ തുടരുന്നത്? ഇന്ന് രാവിലെ തിരുവനന്തപുരം ലോ കോളേജിലെ KSU വിദ്യാർത്ഥികളെ KSU പ്രവർത്തകരെ SFI പ്രവർത്തകർ മർദ്ദിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ KSU പ്രവർത്തകർ കലോത്സവ വേദിയായ സെനറ്റ് 1 തള്ളിക്കയറിയത്. ഇവിടെ ഇപ്പോൾ നടക്കേണ്ടിയിരുന്നത് ഒപ്പന മത്സരമാണ്. ഇന്നലെ നടക്കേണ്ടിയിരുന്ന ഒപ്പന മത്സരമാണ് ഇപ്പോൾ മുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ തന്നെ ഇവിടെ ഒപ്പനയ്ക്ക് ഈ കലാപരിപാടികളിൽ പങ്കെടുക്കാനായി ഈ മേക്കപ്പ് ഒക്കെ ഇട്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അവർ ഇതുവരെയായിട്ടും മത്സരങ്ങളിൽ പങ്കെടുത്തില്ല. അപ്പോൾ ഇവരുടെ പ്രതിഷേധം കാരണം തന്നെ കലാപരിപാടികളൊക്കെ മുടങ്ങിക്കിടക്കുകയാണ്. ഇതിനിടയിൽ KSU SFI വിദ്യാർത്ഥികൾ നേർക്കുനേർ തള്ളിക്കയറുന്ന അവസ്ഥയുണ്ടായി. പോലീസ് SFI പ്രവർത്തകരെ തടയുകയായിരുന്നു. തുടർന്ന് ഒരു സംഘർഷാവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ പോലീസ് ഇടപെട്ടു. അതിനിടയിൽ വിദ്യാർത്ഥികളുടെ, അതായത് മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തിയ വിദ്യാർത്ഥികളുടെയും ഇപ്പോൾ KSU പ്രതിനിധി മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുണ്ട്. നമുക്ക് അവിടെ വാക്കുകൾ കേൾക്കാം. ലഹരി മാഫിയ സംഘം നിങ്ങളൊന്ന് പരിശോധിക്കണം. കൊല്ലം SNലെ ഇവരുടെ തന്നെ യൂണിയനിൽപ്പെട്ട വിദ്യാർത്ഥികളെ വളഞ്ഞിട്ടടിച്ചു. ഞങ്ങൾ തടസ്സപ്പെടുത്തുന്നില്ല. ഞങ്ങൾ പറഞ്ഞല്ലോ, 2 വിദ്യാർത്ഥികൾ പല്ലുൾപ്പെടെ തകർന്ന് മെഡിക്കൽ കോളേജിലാണ്. അല്ല, പോലീസ് ഉദ്യോഗസ്ഥർ വരട്ടെ, ഇവർ അറസ്റ്റ് ചെയ്യാൻ ഒരു ഉറപ്പ് തരട്ടെ, നടപടിയെടുക്കാമെന്ന് ഉറപ്പ്. അല്ലെ, പരിപാടി തടസ്സപ്പെടുത്തുന്നില്ല. പരിപാടി തടസ്സപ്പെട്ടിരിക്കുന്നുണ്ടല്ലോ. തീർച്ചയായും ഈ പരിപാടികൾ തടസ്സപ്പെടുത്തുന്നില്ല. അതോടൊപ്പം തന്നെ പ്രതിഷേധം ശക്തമായി തുടരും. KSU പ്രവർത്തകരെ മർദ്ദിച്ചു എന്ന് ആരോപിക്കുന്ന SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്നവരെ ഈ സെനറ്റ് 1, അതായത് വേദി 1 പ്രതിഷേധം തുടരുമെന്നാണ് ഇപ്പോൾ. ഈ KSU പ്രവർത്തകരെ തെരഞ്ഞുപിടിച്ച് ആക്രമിച്ച SFI പ്രവർത്തകർക്കെതിരെ നടപടിയെടുക്കാൻ പോലീസ് തയ്യാറായിട്ടുണ്ടോ? കലാപരിപാടികളിൽ പങ്കെടുക്കാൻ എത്തിയ വിദ്യാർത്ഥികളുമായിട്ടും സംസാരമുണ്ടായി, വാക്കുതർക്കമുണ്ടായി. തുടർന്ന് പോലീസ് ഇടപെടുകയായിരുന്നു. തുടർന്നാണ് സംഘാടക സമിതി ഇത്തരത്തിൽ മത്സരം പുനരാരംഭിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. എന്തായാലും ഇപ്പോൾ വേദി 1 ഒപ്പന തുടരുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ മുതൽ മേക്കപ്പ് ചെയ്ത ഈ ഒപ്പനയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന കുട്ടികളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇന്നലെ ഭക്ഷണം കഴിച്ചിട്ടില്ല, അതോടൊപ്പം തന്നെ ഉറങ്ങിയിട്ടില്ല തുടങ്ങിയ പരാതികളൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനിടയിലാണ് ഇത്തരത്തിൽ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് KSU SFI പ്രവർത്തകരുടെ ഒരു പോരാട്ടം, അല്ലെങ്കിൽ അത്തരത്തിൽ KSU SFI പ്രവർത്തകരുടെ ഒരു സംഘർഷം ഈ സെനറ്റ് ഹാളിനകത്തേക്ക് ഉണ്ടായത്. സെനറ്റ് ഹാൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം യൂണിവേഴ്സിറ്റിയുടെ പ്രധാന മന്ദിരത്തിലുള്ള ഹാളാണ്. അപ്പോൾ അവിടെ അതീവ സുരക്ഷയൊക്കെ ഏർപ്പെടുത്തേണ്ടുള്ള സ്ഥലമാണ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളൊക്കെ തകർത്തു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളൊക്കെ മറികടന്നുകൊണ്ടാണ് KSU പ്രവർത്തകർ വേദിക്കകത്തേക്ക് കയറിയത്. വേദിക്കകത്തേക്ക് കയറാൻ ശ്രമിക്കുന്ന സമയത്ത് തന്നെ SFI പ്രവർത്തകർ വന്നിട്ടുണ്ടായിരുന്നു. SFI പ്രവർത്തകരും KSU പ്രവർത്തകരും തമ്മിൽ വാക്കുതർക്കവും തള്ളിക്കയറ്റവും ഒക്കെ ഉണ്ടായി. എന്തായാലും നിലവിൽ ഇപ്പോൾ വേദി 1 ഈ ഒപ്പന പുനരാരംഭിച്ചിരിക്കുകയാണ്. കുട്ടികളുടെ പ്രതിഷേധത്തെ തുടർന്നാണ് വേദി 1 ഒപ്പന പുനരാരംഭിച്ചിട്ടുള്ളത്. എന്തായാലും പ്രതിഷേധക്കാർ പിരിഞ്ഞു പോകുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അവർ ഈ അറസ്റ്റ് ചെയ്യുന്നവരെ പ്രതിഷേധിക്കുന്നത് അറിയിച്ചിട്ടുണ്ട്. ടിൻഡു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ SFI പ്രവർത്തകരുടെ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ അത് യൂണിവേഴ്സിറ്റി കോളേജിൽ എല്ലാ കലോത്സവത്തിലും ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് യൂണിയൻ ഭരിക്കുന്ന SFI ആണ്. അവിടേക്ക് എത്തുന്ന മറ്റു കോളേജുകളിലെ SFI ABP പ്രവർത്തകരെ തെരഞ്ഞുപിടിച്ച് മർദ്ദിക്കുന്ന സാഹചര്യം അത് തന്നെയാണ് ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളടക്കം ഇതുമായി ബന്ധപ്പെട്ട് ഈ കോള വിവാദങ്ങളടക്കം ഉണ്ടായിരുന്ന മാർഗംകളിയുമായി ബന്ധപ്പെട്ട ഈ ഇട്ടിവാദ എന്നുള്ള പേര് നൽകിയതുമായി ബന്ധപ്പെട്ട വിവാദമുണ്ടായിരുന്നു. അതായത് അടിമുടി വിവാദത്തിൽ അകപ്പെട്ട് കഴിഞ്ഞു യുവജനോത്സവം. അതിൻ്റെ മാറ്റ് കുറയ്ക്കുന്ന രീതിയിലുള്ള ബോധപൂർവമായ ഇടപെടൽ തന്നെയാണ് SFIയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്, അല്ലേ? സൂചിപ്പിച്ചതുപോലെ തന്നെ കലോത്സവത്തിന്റെ
കേരള സർവകലാശാല കലോത്സവത്തിനിടെ SFI KSU കയ്യാങ്കളി വേദി 1 കലാപരിപാടികൾ മുടങ്ങിയിരുന്നു. ഇപ്പോൾ അല്പസമയം മുമ്പാണ് പുനരാരംഭിച്ചത്. കലാപരിപാടികൾക്കെത്തിയ വിദ്യാർത്ഥികളും പ്രവർത്തകരും തമ്മിലാണ് തർക്കമുണ്ടായത്. KSU യൂണിയൻ ഭരണം പിടിച്ച കോളേജുകളിലെ വിദ്യാർത്ഥികളെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നു എന്നാണ് പരാതി. ഇന്ന് രാവിലെ ലോ കോളേജിലെ വിദ്യാർത്ഥികളെ മർദ്ദിച്ചിരുന്നു. വ്യാപകാക്രമണത്തിൽ പ്രതിഷേധിച്ച് കലോത്സവത്തിന്റെ പ്രധാന വേദിയായ യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിലേക്ക് KSU പ്രതിഷേധ മാർച്ച് നടത്തി. നിരവധി KSU പ്രവർത്തകർക്ക് ഈ ഒരു അതിക്രമത്തിൽ SFI അതിക്രമത്തിൽ പരിക്കേറ്റു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. KSU പ്രതിനിധികൾ അല്പസമയം മുമ്പ് തന്നെയാണ് ജനം TVയോടക്കം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോഴും ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. യൂണിവേഴ്സിറ്റി യൂണിയൻ ഭരിക്കുന്ന SFI അവിടേക്ക് എത്തിച്ചേരുന്ന വിദ്യാർത്ഥികളെ അടക്കം കലാപരിപാടികൾ അവതരിപ്പിക്കാൻ എത്തുന്ന മറ്റ് വിദ്യാർത്ഥി സംഘടനകളിലെ വിദ്യാർത്ഥികളെ അടക്കം കലാകാരന്മാരെ അടക്കം മർദ്ദിക്കുന്ന ഒരു സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് കലോത്സവവുമായി ബന്ധപ്പെട്ട് കോഴ വിവാദമുണ്ടായത്. മാർഗംകളിയുമായി ബന്ധപ്പെട്ടാണ് രണ്ടുപേർ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരുന്നു. നേരത്തെ ഈ കലോത്സവത്തിൻ്റെ ലോഗോ പേരുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള വിമർശനങ്ങളും വിവാദങ്ങളും ഉണ്ടായിരുന്നു. ടിൻഡു ദാസ് തുടരുകയാണ്. ടിൻഡു, ഇപ്പോൾ മത്സരം പുനരാരംഭിച്ചു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നതിനൊപ്പം ഈ അതിക്രമം നടത്തിയ SFI പ്രവർത്തകർക്കെതിരെ നടപടിയെടുക്കാതെ സഹകരിക്കില്ല എന്നുള്ള നിലപാട് തന്നെയാണോ KSU ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടപടികൾ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും ഇതിനകം ഉണ്ടായിട്ടുണ്ടോ? യെസ്, യൂണിവേഴ്സിറ്റി കലോത്സവത്തിനിടെയാണ് SFI KSU കയ്യാങ്കളി ഉണ്ടായത്. വേദി 1 കലാപരിപാടികൾ നിർത്തിവെച്ചിരുന്നു. അല്പസമയം മുമ്പ് ഇത് പുനരാരംഭിച്ചു കഴിഞ്ഞു. വാർത്ത